ലക്കി എങ്ങനെ ശേഷം ലൈവ് കടി എങ്ങനെ? നമസ്കാരം. ഇപ്പൊ നമ്മളുള്ള സ്ഥലം പ്രോപ്പർ സ്ഥലത്തിന് അമ്പലപ്പുറയാണ്. ഓക്കെ. അപ്പൊ നമ്മളെ വന്നത് എന്താണെന്ന് വെച്ചാല് ചേട്ടന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് അനിൽ. അനിലേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം മുന്നേ മെസ്സേജ് അയച്ചല്ലേ? ആണല്ലേ? അതിനായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പെങ്ങളെ വീട്ടിലൊരു ഡോഗ് വീലറുണ്ട്. ഇങ്ങനെ അത്യാവശ്യം അഗ്രഷനൊക്കെ ഉണ്ട്. കുറച്ച് പേരൊക്കെ 2-3 പേരൊക്കെ അടിച്ചാണ്. ആ ഡോഗിനെ നമുക്കൊന്ന് കാണാമെന്ന് വെച്ചാൽ എനിക്കൊരു ചലഞ്ച് പോലെ ചുമ്മാ തമാശയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് പെങ്ങളല്ലേ? ചേച്ചിയുടെ പേരെന്താ? സിസി. മോളുടെ പേര്? നിങ്ങൾ അമ്മയും മോളുമാണ്. ഇത് ചേട്ടൻ്റെ മക്കളാണ്. മോൻ്റെ പേരെന്താ? മോൻ്റെ പേരോ? പറ രുദ്രദേവ്. അവന് നാണായി പോയിട്ടോ. അപ്പോഴേ ഈ ഡോഗിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ചേച്ചി തന്നെ പറയും. ചേച്ചി എങ്ങനെയാണ് അവൻ്റെ രീതികളൊക്കെ? നമ്മുടെ വീഡിയോ കാണുന്നതാണോ? കാണുന്നതാണ്. അത് സമാധാനം. ലാസ്റ്റ് നമ്മൾ റീസെന്റ് ചെയ്തൊരു വീഡിയോയിൽ എന്ത് സംഭവം അറിയോ? ഇതുപോലെ തന്നെ മരുമോൻ എനിക്ക് അമ്മാവൻ്റെ വീട്ടിലാണ് ഡോഗുള്ളത്. മരുമോൻ എനിക്ക് ചലഞ്ച് തന്നു. അവിടെ ചെന്നപ്പോൾ ഇവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അവരാകെ അന്താളിച്ച് ചെന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു കണക്കിനാണ് ആ വീഡിയോ തീർത്തത്. സംഭവം അറിയാത്തതുകൊണ്ട് ഇത് ചേച്ചി നമ്മുടെ വീഡിയോ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവന്റെ സ്വഭാവരീതി എങ്ങനെയാ ഡോഗിന്റെ? ഭയങ്കര ദേഷ്യഭാവമാണ്. എന്നോട് മാത്രം ഭയങ്കര സ്നേഹമുണ്ട്. ബാക്കി എല്ലാവരുടെയും ഇവളുടെയും കാര്യമായിരുന്നു. ഒരു ദിവസം ഇവളൊരു അടി കൊടുത്ത് അതിനുശേഷം ഇവളെ തൊടാൻ പോലും സമ്മതിക്കത്തില്ല. ഇപ്പൊ ഒരു 4 മാസമായി. ആണോ? എവിടെ കടി? ഇവള് ജന്നലി കയറി. ഇവള് പട്ടി കടിച്ചപ്പോഴത്തേക്ക് ഇവള് ജന്നലി തൂങ്ങി കയറി. അങ്ങനെ കാലിൽ ഓടിച്ചിട്ട് കടിച്ചു. പിന്നെ ഞാൻ പിന്നെ മാറ്റി അവരെ കടിച്ചത് പിന്നെ പിന്നെടുത്ത് ഇവളത്ര പിന്നിയില്ല. മാംസം വലിച്ചെടുത്ത് അത്ര വലുതായിട്ട് കഴിച്ചില്ല. കടിച്ച് ഇതാക്കിയതേ ഉള്ളൂ. പുറത്ത് വന്ന ആളെ അത്യാവശ്യം നല്ല കടി അടിച്ചതാണ്. അതൊക്കെ എന്നാ എത്ര ദിവസത്തിനുള്ളിൽ? അത് 9 മാസം ആയപ്പോഴാ. ഇപ്പൊ 1.5 വയസ്സ്. ഇപ്പൊ 1.5 വയസ്സ്. ഇവളെ കഴിച്ചത് മാർച്ച് കഴിഞ്ഞിട്ട്. അത്യാവശ്യം അഗ്രഷനുള്ള ടീമൊക്കെയാണ്. അതുകൊണ്ട് ചുമ്മാ ഒരു ഫ്രണ്ട്ലി ചലഞ്ച് പോലെയാണ്. ഇന്ന് എൻ്റെ കൂടെ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഡോഗിനെ ഇറക്കാൻ പോകുന്നത് ഷിയാസൊക്കെയാന്ന് പറഞ്ഞത്. ഷിയാസിനെ അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഫ്രണ്ടാണ്. ആള് വീഡിയോ ക്രിയേറ്ററാണ്. പിന്നെ ഷിയാസിൻ്റെ ഫ്രണ്ട്സാണ്. നമ്മുടെ പേര് ആദിൽ, പവൻ, പിന്നെ ജുനൈദ്, ഷിയാസ്, ഇത്രയും പേരുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പറഞ്ഞേക്കുന്നത് പവനെയോ അല്ലെങ്കിൽ ഷിയാസോ ഇവർ രണ്ടുപേരും ഡോഗിനെ ഇറക്കും അല്ലേ? അവരുടെ കടി കൊള്ളാൻ പോകുന്നല്ലേ? അപ്പോൾ ഇവരാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ഇന്ന് ടിജു നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ ഇന്ന് ഞാനൊരു കാര്യം ചെയ്യാം. ഇതിൽ ആരെങ്കിലും ഇപ്പോൾ ഇവരൊക്കെ അറിയുന്നതെന്ന് പറഞ്ഞേ, ഇവരാരെങ്കിലും ഇട്ടിട്ട് ജസ്റ്റ് അവൻ്റെ അഗ്രഷൻ ഇങ്ങോട്ട് നോക്കാം. ഡോഗ് ആ കാണുന്ന സ്ഥലത്താണ് ഉള്ളത്. അച്ഛനോട് നമ്മൾ കാണുന്നൊക്കെ നീ നേരം ചെല്ലുക. ആ കിടക്കുന്ന കൂട്ടി ഡോഗുണ്ട്. നേരെ ഇല്ല, ഇങ്ങനെ അഴിക്കുക, ഇറക്കുക, കൊണ്ടുവരിക. നോക്കട്ടെ. അവനൊന്ന് വൈറലാകും. ഷിയാസേ, അവൻ അവസരം കൊടുത്തേക്ക്. പേരൊക്കെയൊന്നും തിന്നിട്ട് പോയൊന്നും കാര്യത്തില്ല. ഇല്ല കാണിച്ചെടുത്തേ കൊണ്ടുപോണ്ട അടുത്തേക്ക്. സീനാടാ ഇവൻ. സീനാട്ടോ. എടീ കമ്പിയൊക്കെ പൊളിക്കോടേക്കാ. അതിപ്പോ കമ്പിയും പൊളിച്ചിപ്പോ വരും. ഇവരെല്ലാരും അന്ന് ഞങ്ങള് ശരിക്കും നമ്മളാ ഒരു മറ്റേ ടിബറ്റൻ മസ്റ്റിപ്പിന്റെ വീഡിയോ ചെയ്താൽ പോയില്ല. ആ സമയത്ത് ഞാനും ഷിയാസൊക്കെ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാനുണ്ടായിരുന്നു. അന്ന് ഷിയാസിനോട് ഞാൻ വരുന്നുണ്ടോന്ന് ചോദിച്ചായിരുന്നു. ഷിയാസ് ഇല്ലാന്ന് പറഞ്ഞു. ഷിയാസ് ആദ്യമായിട്ടാണ് അല്ലേ വരുന്നത്? എങ്ങനെയുണ്ട്? അടിപൊളി. നല്ല പേടി വരും. ഞാൻ ഇങ്ങനെ റിവ്യൂ ചോദിക്കാൻ വേറെ കാരണം, ഷിയാസ് ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. സാധാരണ കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ? ഷിയാസ് നമ്മളൊരു സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്ത് നമ്മൾ സാധനങ്ങളെല്ലാം അങ്ങനെയല്ലേ ഒരു കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? അന്നേരം നടക്കുന്ന സിറ്റുവേഷൻ ലൈവ് സംഭവം. അതൊരു ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ ഇന്ന് ഷിയാസൊക്കെ കാഴ്ചക്കാരുടെ ഞാൻ ഇറക്കി കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മൈക്ക് തന്നേക്കാം. നീ ചിലപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ട് ഇവൻ മൈക്കിലൂടെ ചിലപ്പോൾ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ നമ്മൾ ചുമ്മാ പറഞ്ഞു കേട്ടോ, തമാശയ്ക്ക് പറഞ്ഞാണ്. ഇവൻ്റെ പേരെന്താ ചേച്ചി? ലക്കി. അപ്പോൾ നമ്മൾ ഇവരെല്ലാവരും ഇനി ക്യാമറയുടെ നേരെ പുറകിലുണ്ടാവും. നമ്മൾ ഇനി പോയിട്ട് ലക്കിനെ ഒന്ന് പുറത്തേക്ക് ഇറക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. നിങ്ങളെ കയറിക്കോ. ലക്കി ആരത്? ലക്കിയേ. അപ്പോൾ ഇത് നമ്മുടെ ലക്കി.
സംഭവേ നമ്മളെ ഇവന്റെ ഒരു ഫോട്ടോ ഗേറ്റിന്റെ പുറത്ത് മറ്റേ ഡോഗ് കൊണ്ട് ശ്രദ്ധിക്കുന്നത് ചോദിച്ചിട്ടില്ലേ? ഫോട്ടോയിൽ ഇവന്റെ ഒരു ഫോട്ടോ ആണ് ചേച്ചി പറഞ്ഞത്. പക്ഷെ അതിൽ കണ്ടപ്പോൾ ക്യൂട്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവന്റെ മുഖമൊക്കെ മാറിയിട്ടില്ലേ? എന്താണ് ലക്കി? ഒരു ഷെയ്ക്കാൻ തരുമോ ലക്കി? ഷെയ്ക്കാൻ തരുമോ? ഷെയ്ക്കാൻ ഷെയ്ക്കാൻ തരുമോ? ഷെയ്ക്കാൻ സ്മെല്ല് ചെയ്ത് നോക്കി. എന്താണ് മുഖമൊക്കെ മാറുന്നല്ലോ എൻ്റെ ലക്കിയേ? ഇങ്ങൊന്നേ ബോളൊക്കെ ഉണ്ടല്ലോ കൊച്ചിന് അവിടെ, ബോളൊക്കെ ഉണ്ടല്ലോ അവിടെ. എന്താ ഇത്ര ദേഷ്യം എന്താ ലക്കി? ആ എന്താ ലക്കി? ഒരു കാര്യം ചെയ്യട്ടെ, കൊച്ചിങ് വന്ന് ചോദിക്കട്ടെ ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ വാ, തുപ്പൽ നിർപ്പിക്കില്ലേ? ഇത് വന്നേ കൊച്ചിങ് ചോദിക്കട്ടെ. നീ ആരെയൊക്കെ കടിച്ചു പറയാം? നീ 3-4 പേരെ കടിച്ചെന്ന് കേട്ടല്ലോ, ശരിയാണ്? കൊച്ചിനെ കടിച്ചെന്ന് പറഞ്ഞു നീ, പിന്നെ ഇവിടെ ചേച്ചിനെ കടിച്ചെന്ന് പറഞ്ഞു, നീ പശുവിനെ കടിച്ചെന്ന് പറഞ്ഞു. നീ ആരെയൊക്കെ കടിക്കുന്നേ? ബാ ഇവിടെ വന്നേ, ബാ ഇവിടെ വാ, ഇറക്കട്ടെ കൊച്ചിനെ. ആഴ്ച കൊട്ട് തന്നെ, ആഴ്ച കൊട്ട് തന്നെ. നീ ഇവരൊക്കെ ഇവിടെ നിന്ന് ഓട്ടം കൊടുത്താണോ? എന്താ ചക്കയാണോ? തേങ്ങ കറക്റ്റ് തേങ്ങ വീണു ഇന്ന്. ശിയാസത്ത് ശകുനം, ശകുനമാണോ? ശകുനം തേങ്ങ വീണു പണ്ട്. ആ അങ്ങോട്ട് കാണിച്ചേ, എല്ലാത്തിനും കാണിച്ചേ. ഇന്ന് ശകുനം, ശകുനം തേങ്ങ വേണം, തേങ്ങ തേങ്ങ വേണം, തേങ്ങ. എന്താണ്? പക്ഷെ എന്താ നിർപ്പിക്കില്ലേ? നീ വന്നു കൊച്ചിങ് വന്നു. ഇവിടെ വേണോ? എടാ ഇവിടെ വേണോ? ഇങ്ങ് വന്നേ, ബാ ചേട്ടാ എന്നാൽ കൊണ്ടോട്ടെ തന്നെ. നമുക്ക് ഇതിലെ ഇറക്കിയിട്ട് ഇവരെ എല്ലാവരും ഓടിക്കാം. ഓടിക്കട്ടെ തന്നെ. ബാ ഇങ്ങ് വന്ന്, ബാ അവിടെ ഇവിടെ വാ. എടാ ഇവിടെ വാടാ, ഇവിടെ വാ. ഇങ്ങ് വന്നേ, ബാ ബാ ഇവിടെ വാ, ഇവിടെ വാ. കടിക്കുവാണെങ്കിൽ കയ്യിൽ കടിക്കാളോ? വാ ബാ ഇങ്ങ് വന്നേ, ഇവിടെ വാ, അടുത്ത് വന്നിരിക്കട്ടെ. ബാ ഇങ്ങ് വന്ന് കൊച്ചിങ് വന്ന് ഷെയ്ക്കാൻ, ഷെയ്ക്കാൻ ഷെയ്ക്കാൻ. ഇവിടെ വാ, ഇങ്ങ് വന്നടാ. ബാ ഇങ്ങ് വാ, ബാ. കടിക്കുകയാണെങ്കിൽ ഈ കയ്യിൽ കടിക്കാം കേട്ടോ, ഇടത് കയ്യിൽ, വലത് കയ്യിൽ നീ കടിക്കരുത്. ബാ ഇങ്ങോട്ട് വാ, പോവല്ലേ, ഓടി വാ. എടാ ഇവിടെ വാടാ, നിന്നെ അവർ കാണട്ടെ. കാണട്ടെ. എനിക്ക് ആ ലീശിങ് എടുത്തിട്ട് തരാമോ? ലീശ് മോളെ ഇതേ അവിടെ വെച്ച്. ലക്കീനെ ഇന്ന് ഇവിടെ നിന്ന് ഇറക്കിയിട്ട് ഇവന്മാരെ എല്ലാവരും ഒന്ന് ഓടിച്ച് കടുപ്പിക്കണം കേട്ടോ. കേട്ടോ ലക്കി? എല്ലാവരും നമുക്ക് ഓടിച്ചിട്ട് കടുപ്പിക്കണം കേട്ടല്ലോ. ലക്കി വല്ലതും കേൾക്കുന്നുണ്ടോ? എടാ പറഞ്ഞെല്ലാം കേൾക്കുന്നുണ്ടോ? നീ കിട്ടാൽ മതി, കിട്ടാൽ മതി. ലക്കിയേ ഇതിനെ ഞാൻ വയനാട്ടിലേക്ക് കൊണ്ടോട്ടെ. വയനാട്ടിലേക്ക് കൊണ്ടോട്ടെ, വയനാട്ടിലേക്ക് കൊണ്ടോട്ടെ, കൊണ്ടോട്ടെ തന്നെ, കൊണ്ടോട്ടെ. എന്താണ് എന്നാ എന്താ 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 ഇത്ര ദേഷ്യം നിനക്ക്? ഇത്രക്ക് ദേഷ്യം എന്താ? ബാ കൊച്ചിനെ കൊണ്ടോട്ടെ, കൊണ്ടോട്ടെ തന്നെ. നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങി ഇവന്മാരെല്ലാം പറപ്പിക്കുകയാണെന്ന്. കേൾക്കുന്നുണ്ടോ നീ വല്ലോ? കേൾക്കുന്നുണ്ടോ നീ വല്ലോ? കേൾക്കുന്നുണ്ടോ? പാവാ ഇതൊന്ന് കൈ വെക്കോടാ. ഫോണ് കടിക്കുവാണെങ്കിൽ ഫോണ് വെറുതെ കളയണ്ട. പാവാ കടി കിട്ടിയാൽ ഞാനങ്ങ് വിടും, നീ പിടിക്കണം. അല്ല ഷിയാസ് പിടിക്കും. ഷിയാസ് ചില പ്രത്യേക സാഹചര്യ. മതിലിൻ്റെ ഹൈറ്റൊക്കെ നിങ്ങൾ കണ്ടോ? ചാടണമെങ്കിൽ ഒരു 6 അടി ഹൈറ്റ് ഉണ്ട് മതിലിന്. ഗേറ്റൊക്കെ അടച്ച്. ചേട്ടൻ അവിടെ കയറിയിരിക്കുന്നേ? ലക്കി ബാ കൊച്ചിനെ കൊണ്ടോട്ടെ. ലക്കിനെ കൊണ്ടോട്ടെ, ബാ ചേട്ടാ ഇതിടാ, ബാ ഓടിയാ വാടാ, ഇത് കൊണ്ടോട്ടെ, വാ കൊണ്ടോട്ടെ ചേട്ടായി. നിന്നെ കൊണ്ടോട്ടെ. എന്തിനാ ദേഷ്യം? എന്തിനാ ദേഷ്യം? എന്തിനാ? സുന്ദരനൊക്കെ ആണല്ലോ. സോപ്പിട്ട് നോക്കട്ടെ, സുന്ദരനൊക്കെ ആണല്ലോ കൊച്ചു. എന്താണ് എന്താണ്? ആ ഞാനും തിരിച്ചും കടിക്കട്ടെ, ഞാനും തിരിച്ചും കടിക്കട്ടെ. ഡബിൾ ബൈറ്റ് ബൈറ്റ് കൊണ്ടോട്ടെ, ബാ പോവാ. കൊണ്ടോട്ടെ തന്നെ, കൊണ്ടോട്ടെ തന്നെ ഏട്ടായി. ബാ ഇവിടെ വന്നേ, ബാ വാടാ, ഇവിടെ വാടാ, ബാ കൊച്ചിങ് വന്നേ, ബാ ബാ ലക്കിങ് വന്നോ, ബാ ബാ. പാത്രം മാറ്റി, ഇവിടെ പാത്രം മാറ്റി. എന്തിനാ കച്ചറ ഉണ്ടായി? കൊച്ചെന്തിനാ കച്ചറ ഉണ്ടാക്കണേ? ബാ ബാടാ ലക്കിങ് വന്നേ, ബാ 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 ബാടാ, ബാ ബാ
ഇനി ആരും ഒച്ചപ്പാടുണ്ടാക്കണം കേട്ടോ. നിങ്ങളുടെ സംസാരങ്ങൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പേടിയൊക്കെ വരും ഡോഗിന്. അപ്പോൾ ആരും മിണ്ടണ്ട, സൗണ്ട് ഉണ്ടാക്കണ്ട. ഞാൻ എന്തെങ്കിലും ഒരു കടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വന്നാൽ മതി. ആരും വിളിക്കുമൊന്നും മിണ്ടൊന്നും വേണ്ട കേട്ടോ. പോവാ കൊണ്ടോട്ട് വിളിച്ചു. ഞാൻ പോവാ ലക്കി, പോട്ടെ. നീ വരുന്നുണ്ട്, ഇപ്പം കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോകും. വാ ലക്കി വന്നേ, വാ വന്ന് വാ ചേടാ, വാ വാ കൊണ്ടാ, വാ കൊണ്ടാ, വാ വാ ലക്കി വേണമെങ്കിൽ വന്നേ, വാ ഓടിയാ ഇവിടെ വാടാ. ആ ഇല്ല, വാ വാ ഇവിടെ വന്നേ, ഇതിലിട്ടെ ചങ്ങായിട്ടെ, കൊച്ചിനെ കൊണ്ടോട്ടെ. ലക്കി വാ. എൻ്റെ കയ്യാണോ ലോക്കായി പോയി, കയ്യോടെ ലോക്കായി പോയല്ലോടാ ലക്കിയേ. ഇല്ല 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 ഇല്ല, വാ വാ വാടാ, വാ വാടാ. വരും കേട്ടോ, നിങ്ങളുടെ അടുത്തേക്ക് വരിക. പവനോടി ഉള്ളിൽ കയറിയാൽ മതി. വാ ഇതിടണ്ടേ, വാ ഓടിയാ. എന്താ പറയുക, ഇവിടെ നമുക്ക് തുറന്നങ്ങ് വിടാൻ പറ്റില്ല. തുറന്ന് വിടുമ്പം ഈ പറഞ്ഞ ഇത് ചെറിയ ഇത്ര ഈ ബലമുള്ളതുകൊണ്ട് തള്ളി പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും പേര് നിൽക്കുന്നതുകൊണ്ടേ പിന്നെ ഇവർ ഈ പുറത്തുനിന്നുള്ള ആൾക്കാരോട് ഭയങ്കര അഗ്രഷനാണ്. ചെറിയ അഗ്രഷനൊന്നുമല്ല, കയറി ബൈറ്റ് ചെയ്ത് കളി. ഇപ്പം നമ്മളല്ലേലും ചുമ്മാ ഇങ്ങനെ കയറിയിട്ട് എല്ലാവരെയും കടിച്ചോളൂ. ക്യാമറയോടെ നിൽപ്പുണ്ട് ഈ പറഞ്ഞ പോലെ. വാ ഇവിടെ വേണം വന്നേ, വാ ഇത് ഇട്ടിട്ട് നമുക്ക് പോകാം. വാ കേട്ടോ, സമ്മതിക്കില്ല ഇടാ. വാ ഇങ്ങോട്ടേ, ഇതിട്ടെ ഇട്ടിട്ട് ഇതിട്ടിട്ട് ഇവിടെ വാടാ, ഇവിടെ വാടാ. വന്നേ, നമുക്കൊരു കാര്യം ചെയ്യാം. ചേച്ചിനെ കൊണ്ട് നമുക്ക് ലീഷ് ഇടിച്ച് വെക്കാം, എന്നിട്ട് നമുക്ക് അങ്ങ് ഇറക്കാം. ടൈം കളയും. ചേച്ചിയേ അത് വാങ്ങിയിട്ടെങ്കിൽ മോനെ. എന്നിട്ട് കാര്യം ചെയ്യാം, ലീഷ് അവന് ഇത് താല്പര്യമില്ല കേട്ടോ, ഈ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ താല്പര്യം ഇല്ലാത്തൊരു ഡോഗിനെ ഈ സാധനം അണിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു തരില്ല. പിന്നെ ഈ പറഞ്ഞ നമ്മളതോ ഇപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ ലീഷ് ഇടാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മളവൻ ഡോറ് തുറക്കണം. ഡോറ് തുറന്നിട്ട് പിന്നെ അവൻ തള്ളി തുറന്ന് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ എല്ലാവരും പോയി കടിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ചേച്ചീനെ കൊണ്ട് ചുമ്മാ ലീഷ് ഇടിച്ചിട്ട് അവിടെ വെക്കാം. അതായത് കൂട്ടി തന്നെ അവനെ പുറത്തേക്ക് ഇറക്കുന്നില്ല, ലീഷിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് ഞാൻ ഇറക്കാം. ആ ഒരു പ്ലാൻ ചെയ്യാം. ഓക്കെ ചേച്ചി, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? ഒന്ന് തരാമോ? എനിക്കേ ഇപ്പം അവൻ ഈ കൂട് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തള്ളി തുറന്ന് പോരും. അപ്പോൾ ഈ ലീഷ് ഇടാൻ വേണ്ടി അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ചേച്ചി എനിക്ക് ഈ ലീഷ് ഒന്ന് ഇട്ട് തരാമോ? അവിടെ വെച്ചാൽ മതി ചുമ്മാ. ആ ഇങ്ങനെ 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 ഇട്ട് വെച്ചാൽ മതി, ഇങ്ങനെ ഇട്ട് വെച്ചാൽ, ഇങ്ങനെ ചുമ്മാ കളിച്ചിട്ട് വെച്ചാൽ മതി. വാ വാ, ഞാൻ മാറിക്കാം. പേരെന്താ അവൻ്റെ? ലക്കി തന്നെയല്ലേ? ആ ആ ചേച്ചി ലയിക്കാന്ന് വിളിച്ചോളൂ, എനിക്ക് തോന്നിയത് ചേച്ചി. ആ മക്കളെ, എന്നാൽ അങ്ങനെ മക്കളെ തന്നെ വിളിച്ചോ, നമ്മളെ വിളിക്കാൻ നോക്കണ്ട. അയ്യോ ചേച്ചി സാറിനെ വിളിക്കുന്ന വിളിച്ചോ. ചേച്ചി തന്നെ എനിക്ക് വന്ന് 2-3 മിനിറ്റ് നോക്കിയിട്ടാണ് നടന്നത്. ഞാൻ നോക്കിയിട്ട് എന്ത് നടക്കുന്നില്ല. കാരണം അവൻ ആ ലീഷിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്നാ ചേച്ചിക്കും ചെറിയ പേടിയുണ്ടെന്നു. അല്ല അത് കുഴപ്പമില്ല, ചേച്ചി വെച്ചാൽ മതി കിട്ടും. ഇല്ല ഞാൻ ഫ്രീ ഇല്ല ഇല്ലടാ ഇല്ല ഇതാണ്. അപ്പോൾ അത് എന്നാ ടാസ്ക്കാണ് കേട്ടോ. കണ്ടോ ചേച്ചി ലീഷ നോക്കിയിട്ടും ഇല്ല കുഴപ്പമില്ല. കടി ഞാനൊരു 2-3 കടിയിലേക്ക് ഒതുക്കിക്കോളാം. ആ കൊച്ചെന്താണ്? പോവാ നമുക്ക്, വാ എടാ വാ. ഇല്ല ഇവിടെടായി, നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോവാം. ഇവനെ അതിൽ ആ റോഡിലേക്ക് നടത്താൻ കൊണ്ടൊക്കെയുണ്ട്. ഒന്നും കൊണ്ടിട്ടില്ല ഇവരായിട്ട്. ആ ഇവിടെ മാത്രം നടത്തും അല്ലേ? ആ എന്താണ്
നിന്റെ കാര്യം പറഞ്ഞ ഇല്ലില്ല പോവാ കൊച്ചിനെ കൊണ്ടാടെ കേട്ടായി വാ പോവാ പോരാ കഴിച്ച ഊരി പോവാ കഴിച്ച ഊരി പോ കൊച്ചിനെ കൊണ്ടാടെ കൊച്ചിനെ ചേട്ടായി ഇവിടുന്നേ വയനാട് വരെ കൊണ്ടാ വയനാട് വരെ ഇല്ലില്ലില്ല വാ കൊണ്ടാടേ ചേട്ടാ എന്നെ ഞാൻ കൊണ്ടായാലോ വാ ഇതൊക്കെ വരുന്നുണ്ടോ വാ പോവാ ചേച്ചി അങ്ങോട്ട് നോക്കോ ഇല്ല എൻ്റെ അടുത്ത് നിൽക്കണ്ട ഞാൻ പറഞ്ഞോളാം ഇപ്പം ഞാൻ ഒരു 3-4 കടിയൊക്കെ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല ചേച്ചി പേടിക്കുന്നു വേണ്ട പോവല്ലേക്ക് പോവാ നമുക്ക് വാ ഡാ വാ വാ ഇല്ല 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 ഏട്ടാ കൊണ്ടോട്ടെ ഇല്ല ഇല്ല ഇല്ലടാ വാ അപ്പോൾ എന്നാ കണ്ടല്ലേ നമ്മളെ ചേച്ചി നമ്മൾ ലീഷയുടെ നോക്കി അവൻ അങ്ങനെ ഒരു ഇത് തരുന്നില്ല ഈ പറഞ്ഞ പോലെ ചേച്ചിയും കുറേ നേരം നോക്കിയിട്ടാണ് സാമ്പ് ഇടാൻ പറ്റുക അപ്പോൾ ഇത് നമ്മൾ ഡൂ ഓർ ഡൈ ആണ് ഡോഗിനെ നമ്മൾ പുറത്തിറക്കാണ് ഇറക്കട്ടാ എല്ലാവരും വണ്ടി കയറിയോ ഷിയാസേ കടിച്ചാൽ നീ ഒന്ന് പിടിക്കോ ഷിയാസേ കടിച്ചാൽ നീ ഒന്ന് പിടിക്കോ കയ്യിലിരിക്കുന്നത് തിരനിറച്ച നോക്കാണ് ഇപ്പോൾ കണ്ടല്ലേ സാഹചര്യങ്ങളെല്ലാം കണ്ടില്ലേ നിങ്ങൾ ലൈവായിട്ട് കാണും നിങ്ങളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവില്ല ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇപ്പം ഈ പറഞ്ഞ പോലെ ഡോഗ് എന്നെ കഴിക്കുമെന്നുള്ള മൈൻഡാണ് എനിക്കും ഡോഗ് ചിലപ്പോൾ കടിക്കാതിരിക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചേച്ചി ചിലപ്പോൾ എന്നെ ഒന്ന് പിടിച്ച് മാറ്റുമായിരിക്കും 1-2 കടിയൊക്കെ ഞാൻ വാങ്ങിയിട്ടാണ് ചേച്ചി തിരിച്ച് മാറ്റുമായിരിക്കും ബാക്കി ഇപ്പോൾ വണ്ടി ഓടിക്കാനൊക്കെ ഇവന്മാർ കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വയനാട് വരെ ഇവന്മാരെ കൊണ്ട് അങ്ങ് എത്തിക്കാം ഇതൊക്കെ പോവാം ഡാ ബാ ഇല്ല ബാ എന്താണ് എന്താണ് അപ്പോൾ വേറെ കാര്യമുണ്ട് ഇത് ഇച്ചിരി ഹെവി ഡോഗാണ് റോഡ് വീലറാണല്ലോ അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അവനെ പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകണം അങ്ങനത്തെ ഒരു സീനുണ്ട് കേട്ടോ ഇവിടുന്ന് ഇറക്കി അവിടെ ഒരു കൊണ്ടുപോക്കാണ് വലിയൊരു ചടങ്ങ് എന്നാ മോളോട് ദേഷ്യമുണ്ട് മോള് മാറിയുന്നു ഡോഗിന് ദേഷ്യം ഉണ്ടെങ്കിൽ അതല്ല ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്നെല്ലാം വിട്ടാലേ കുഴപ്പമില്ലല്ലോ എങ്ങോട്ട് കയറും അപ്പോൾ ഇവനെ തുറന്നു വിടുമ്പോൾ ചേച്ചി ഒന്ന് മുന്നോട്ട് നയിച്ച് അപ്പോൾ ഇവനെ തുറന്നു വിടുമ്പോൾ അവരൊക്കെ ഉള്ളിൽ കയറിയിരിക്കുമോ കൊച്ച് അതിനുള്ളിൽ കയറിയിരിക്കും തുറന്നു വിടുമ്പോൾ അപ്പോൾ അവിടെ പോയിട്ട് ഇവനോട് കൊച്ചുകൊണ്ട് കുറയ്ക്കലൊക്കെ ഉണ്ടോ പിന്നെ ആരെ ഇവിടെ ചേച്ചി മാത്രമേ ഇവൻ പുറത്ത് ഇറങ്ങി വിടുമ്പോൾ നിൽക്കലുള്ളൂ ചേട്ടനോടും കുഴപ്പമില്ല അപ്പോൾ എന്നെ കടിച്ചാൽ ചേച്ചി ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഞാൻ കയ്യിലേക്ക് കയറാം അപ്പോൾ ഇത് പിടിച്ചാൽ കേട്ടോ അല്ല അതിന് മുമ്പ് പിടിക്കൊന്നും വേണ്ട കേട്ടോ ബാ ലേക്ക് വാ പോവാ ലേക്ക് എന്നാൽ മാറിയെന്നു നിങ്ങൾ അവിടെ നിന്ന് മാറിയെന്നു ബാ ലേക്ക് വാടാ വാ പോവാ വാ വാ മോന് വാ ഇല്ലടാ ലേക്ക് വാ എന്താ പറഞ്ഞേ ലേക്ക് വാ വാ പോവാ വാ വാ കൊച്ചു പോവാ വാ ലേക്ക് വാ 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 പോവാ വാ 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 ലേക്ക് വാടാ വാടാ വാ 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 ഇറങ്ങി വാ വാ വാടാ വരുന്നില്ല കേട്ടോ നമ്മളോട് ഡബിൾ മൈൻഡ് അവൻ എന്ത് അതിനോട് ഒരു ആക്ടിവിറ്റി വന്നിട്ടില്ല ഈ പറഞ്ഞ ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും വന്നിട്ടൊന്നുമില്ല ഇപ്പോൾ ഓൾറെഡി അറിയാലോ ഇവിടെ ഇത്ര ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് കുറേ ആൾക്കാരുടെ കൺഫ്യൂഷനാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളോട് ഇന്നേ വരെ ഇത്ര നേരം നമ്മൾ നിന്നിട്ട് നോർമൽ ഡോഗ് കാണിക്കുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മളോട് കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇറങ്ങി വന്ന അവിടെ തന്നെ ഈ ഒരു പൊസിഷനുള്ളൂ ഇവിടുന്ന് അവിടം വരെ നീങ്ങുന്ന മുമ്പ് ചിലപ്പോൾ ബൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇനി ഇവിടുന്ന് ബൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കഴിച്ചില്ലാവും പക്ഷേ ഇവിടുന്ന് ഈ ഇറങ്ങുന്ന 5-6 സെക്കൻഡാണ് ഇവൻ്റെ പീക്ക് ടൈം കേട്ടോ ബാ 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 ഇല്ല ഇല്ല പോവാം ബാ കിട്ടിയോ കേട്ടോ ആ ഒരു ടൈം പീക്ക് ടൈമാട്ടോ അതിൽ ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് സെക്കൻഡ് ഇറങ്ങി ഞാൻ കടിക്കും ഇല്ല അത് കുഴപ്പമില്ല അത് ബൈറ്റിൽ ഉള്ളതാണ് അതായത് നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഇവിടുന്ന് ഇറങ്ങി അവിടെ അവൻ പേടിച്ച് അതിന് മുന്നേ അവൻ ചാർജ് ചെറിയ കടിയൊന്നുമല്ല അടാറ് കടി അടിച്ച് ആ കുഴപ്പമില്ല ഇല്ല അങ്ങനെ ലോക്ക് ചെയ്തിട്ടോ എവിടെ ലോക്ക് ചെയ്തിരുന്ന ചേച്ചി എവിടെ അല്ല വെളി കെട്ടിക്കോ അവിടെ നിൽക്കൂലേ
ആ ഇവിടെ വേണം കെട്ടിക്കോ, കുഴപ്പമില്ല. അവിടെ കൊട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയ കടിയല്ല കേട്ടോ, അടാറ് കടിയാ. ഇല്ല, അത് നമ്മളെ എന്തായാലും ഇത് ഒരു എസ്വർണ്ണം വേണമല്ലോ, അതുകൊണ്ടാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് കടിക്കില്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അവൻ നമ്മളെ ഇറങ്ങിയ ഉടനെ അവൻ പേടിച്ചു. പിന്നെ അതിൽ ഡബിൾ മൈൻഡിൽ അവൻ കയറി കടിച്ച്. ഇതാണ് സംഭവിച്ചേട്ടോ. ഈ 2 വൈ ജസ്റ്റ് മിസ്സാണ്. ഏത് നീ കണ്ട് ലൈവ് കടി, ലൈവ് കടി കണ്ടപ്പോൾ ഷിയാസേ ഇങ്ങനെ എങ്ങനെ ഷിയാസേ ലൈവ് കടി ഇങ്ങനെ 1 2 3 വല്ല് കടിച്ച ആരെ മസിലാണ് കിട്ടിയത്. വേണ്ടോ ആടെ കടിയാ. ഇന്നിപ്പോൾ വണ്ടി ഓടിക്കാൻ ഒരാളുണ്ട്, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. കാര്യമുണ്ട്, നമ്മൾ ഈ അഗ്രഷൻ ഡോഗ് ആയതുകൊണ്ട് നമ്മൾ വേറെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആള് അഗ്രഷൻ ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ ഒന്ന് ഒരു അടി കൊടുത്തപ്പോഴാണ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവൾ ആ ജനലിന്റെ വണ്ടേ നിൽക്കുകയാണ്. ജനലിന്റെ വണ്ട നമ്മൾ കാലിലെല്ലാം കൂടി കടിച്ചു. അല്ല, നമ്മൾ ഓൾറെഡി ഈ ഡോഗ് കടിക്കുന്ന ഉറപ്പായിരുന്നു. പിന്നെ കഴിച്ചിലായി പോകുന്നതാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് അവനേക്കാളും മുന്നേ ഞാൻ ഇറങ്ങി വരാൻ നോക്കി, പക്ഷെ അതിന് മുമ്പ് അവനെ ഓടി വന്നു. അതുകൊണ്ടാണ് പിന്നെ ഇവരെ കണ്ടാൽ തന്നെ ചാർജായി. 3 കടി, ചെറിയ കടിയല്ല, വലിയ കടി. ഓ, ഇന്ന് വണ്ടി ഓടിക്കാൻ പിന്നെ ഉമ്മാരോട് കഴിച്ചില്ലായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നാ ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. സാധാരണ ഞാൻ ഇന്ന് കുരയ്ക്കത്തുമില്ലെന്ന് വിചാരിച്ചാൽ സംഭവം. സാധാരണ ഞാനൊക്കെ വന്നാലും ഭയങ്കരമായിട്ട് കുരയ്ക്കുമായിരുന്നു. ഇന്ന് വന്നപ്പോൾ ആള് സൈലന്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പം ഞാൻ പറ്റി നമ്മൾ നാറിയാന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടനെ കയറി വന്നത്. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. പിന്നെ കെട്ടാൻ പാടില്ലാത്തതാണ്. പിന്നെ വണ്ടിയിലായതുകൊണ്ട് ഡ്രസ്സിലൊക്കെ ബെഡാകുന്നതുകൊണ്ട് നമ്മൾ കെട്ടിയതാണ് കേട്ടോ. അപ്പം നല്ല നേരം 1-ാം തരം ബൈറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്നാൽ പോട്ടെ, പേടിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ അതിന് ടെൻഷൻ, ചേട്ടൻ വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന്. അതൊന്നുമില്ല കേട്ടോ, അതൊന്നുമില്ല. പറഞ്ഞാൽ നമുക്ക് ഈ 5-8 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആയിക്കോട്ടെ, ബൈ ബൈ.